ഹായ് ഫ്രണ്ട്സ്, TNT ടെക് ആൻഡ് ട്രാവൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ അറിഞ്ഞു കാണും യൂട്യൂബിൻ്റെ പുതിയ കുറച്ച് അപ്ഡേഷൻസ്. അത് എന്തൊക്കെയാണെന്നല്ലേ നമുക്ക് നോക്കാം. യൂട്യൂബ് കഴിഞ്ഞ ദിവസങ്ങളായി പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് നൈറ്റ് മോഡ്. നൈറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രാത്രി സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പല ആളുകളും യൂട്യൂബ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ജോലി തിരക്കും എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഈ രാത്രി സമയങ്ങളിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നമ്മൾ യൂട്യൂബ് കാണുകയാണെങ്കിൽ അത് നമ്മളെ കണ്ണിനെ നല്ലോണം എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ഡാർക്ക് മോഡ്, നമ്മുടെ യൂട്യൂബിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് കളറാകും. അതുകൊണ്ട് തന്നെ അതുകൊണ്ടുണ്ടാകുന്ന കണ്ണിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ മാറ്റം വരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നൊരു അപ്ഡേഷൻ വന്നിട്ടുള്ളത്, നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് നമുക്ക് ഷെഡ്യൂൾ ചെയ്തെക്കാൻ പറ്റും. നമുക്ക് ജോലി തിരക്കുള്ള ആളുകളായിരിക്കാം പല ആളുകളും. അപ്പോൾ നമ്മൾ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ സമയങ്ങളിൽ നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് വെക്കാം. ഇന്ന സമയങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് വൈകുന്നേരം 5 മണിക്ക് ശേഷം ഒരു 10 മണി വരെ നോട്ടിഫിക്കേഷൻ വന്നാൽ മതി എന്നത് നമുക്ക് ഷെഡ്യൂൾ ചെയ്തേക്കാം. കാരണം നമ്മൾ ഒരുപാട് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ നമ്മൾ മൈൻഡ് ആകെ ഡിപ്രസ്സായ മൂഡിലായി നിൽക്കുന്ന സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സംഭവമാണ്. അപ്പോൾ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഫ്രീ സമയങ്ങളിൽ മാത്രം നോട്ടിഫിക്കേഷൻ പോപ്പപ്പ് വരുന്ന രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേഷൻ എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് അതുപോലെ തന്നെ മറ്റൊന്ന് എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് ഏത് സമയത്ത് കാണാം. നമ്മൾ എല്ലാവരും യൂട്യൂബ് കാണുമ്പോൾ, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ യൂട്യൂബ് കാണുമ്പോൾ നമ്മൾ അറിയാതെ ഒരുപാട് സമയം, മണിക്കൂറുകൾ ചിലപ്പോൾ അതിന് ചെലവഴിക്കും. നമ്മൾ ആ സമയം പോയത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് നമുക്ക് ഒരു കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ഒരു ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ടൈം നമ്മൾ ഷെഡ്യൂൾ ചെയ്തേക്കാം. ഒരു 2 hour അല്ലെങ്കിൽ ഒരു 30 minutes നമുക്ക് യൂട്യൂബ് വാച്ച് ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ നമ്മൾ അറിയണം 30 minute ആയി എന്നൊക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ടൈം സെറ്റ് ചെയ്ത് വെക്കാം. ആ ടൈം ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് മെസ്സേജ് വരും, പോപ്പപ്പായിട്ട് മെസ്സേജ് വരികയും അത് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു ഫ്രീ സമയത്ത് നമുക്കൊരു 1/2 മണിക്കൂറാണ് ഫ്രീ ഉള്ളത്. ആ ഫ്രീ സമയത്ത് നമ്മളൊരു വീഡിയോ യൂട്യൂബ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ 1/2 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കൊരു മീറ്റിങ്ങോ അതല്ല മറ്റെന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനായി നമുക്കറിയാൻ പറ്റും. അങ്ങനെ കുറച്ച് അപ്ഡേഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. നമുക്ക് നോക്കാം. ഒന്നാമതുള്ളത്, അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ പുതിയ വീഡിയോസ് അപ്ഡേഷനുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തുവാൻ വേണ്ടി ഈ നോട്ടിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പുതിയ അപ്ഡേഷൻസ് അറിയാൻ പറ്റുക. അതിന് നമ്മൾ നമ്മുടെ യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ പുതിയതാണെങ്കിൽ പുതിയ വേർഷൻ അപ്ഡേറ്റ് ചെയ്യണം. ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തവരാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തവർ അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സെറ്റിങ്സിൽ പോവാം. അതിൽ നമുക്ക് ജനറൽ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിലുണ്ട് റിമൈൻഡ് മീ ടേക്ക് ബ്രേക്ക്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്ഷൻ, റിമൈൻഡ് ഫ്രീക്വൻസി. ഇത് നമുക്ക് എത്ര സമയം കഴിഞ്ഞാൽ ബ്രേക്കപ്പ് ആവണം. ഫോർ എക്സാമ്പിൾ അവറിൽ 0 കൊടുത്ത് നമുക്ക് ഒരു 20 minutes കൊടുക്കുകയാണെങ്കിൽ ഒരു 20 minute കഴിഞ്ഞാൽ ഉടനടി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ യൂട്യൂബ് ബ്രേക്കപ്പ് ആവുകയും നമുക്ക് നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. അതാണ് ഒന്നാമത്തെ അപ്ഡേഷൻ. രണ്ടാമത്തെ അപ്ഡേഷൻ എന്ന് വെച്ചാൽ, ഈ ജനറൽ സെറ്റിങ്സിൽ തന്നെ ഡാർക്ക് തീം എന്ന് കാണാം. ഇത് നമുക്ക് നൈറ്റ് മോഡായി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. രാത്രി സമയങ്ങളിൽ യൂട്യൂബ് ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ കണ്ണിന് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലാക്കുവാൻ വേണ്ടി നൈറ്റ് മോഡ്, ഡാർക്ക് തീം എന്നത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം ബ്ലാക്കായി കാണിക്കും. അതുപോലെ തന്നെ മൂന്നാമതൊന്നൊരു അപ്ഡേഷൻ ഞാൻ പറഞ്ഞു തരാം. അത് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് ഡൈജസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സമയം കാണിക്കും. ഇപ്പോൾ നമുക്ക് ഏത് സമയത്താണ്
നോട്ടിഫിക്കേഷൻ വേണ്ടത് എന്നത്. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു 5 മണി ഇട്ട് കൊടുത്താൽ 5 മണിക്ക് ശേഷം എന്ത് ചെയ്യും, 5 PM ശേഷം നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുവരെ നോട്ടിഫിക്കേഷൻ വരില്ല. അത് നമ്മുടെ ജോബുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇത്രയുമാണ് പുതിയ അപ്ഡേഷൻസ് ഉള്ളത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.